ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എന്നെ ഒന്ന് വളർത്തി വിടുക. ഓക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയിട്ട് കുറച്ചധികം ദിവസമായിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് കുറേ ആയി ഞാൻ വെയിറ്റ് ചെയ്യണു. പിന്നെ എന്താ പറയുക, ഒരു മടി, സമയക്കുറവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഞങ്ങൾ ഇതെല്ലാത്തിൻ്റെയും നല്ല അടിപൊളി പ്രസൻറ്റേഷൻ കവറൊക്കെ ഇട്ട് നന്നായിട്ട് കവർ ചെയ്ത് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ടൊക്കെയാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അതൊക്കെ ഞങ്ങൾ അൺബോക്സ് ചെയ്തു. നമുക്കിത് കാണാനുള്ള എന്താ പറയുക, ഒരു ആക്രാന്തം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതെല്ലാം തുറന്ന് കണ്ടു. ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആരാണ് എന്നൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്തണില്ല. അപ്പോൾ ഈ ഗിഫ്റ്റ് തന്ന അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരെയും കൂടി ഒന്ന് ഈ ഗിഫ്റ്റുകളെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ബോക്സാണ്. ഈ ബോക്സ് നന്നായിട്ട് പ്രസൻറ്റേഷൻ കവറൊക്കെ വെച്ച് കവർ ചെയ്തിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പെൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ കിട്ടിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്ലിപ്പ്, പിന്നെ കമ്മല്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജിംകി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇടാൻ ഇഷ്ടമുള്ള കമ്മലാണ് ജിംകി. അപ്പോൾ ഇത് തന്ന ആൾക്കും ഫാമിലിക്കും ഒരുപാട് താങ്ക്സ്, സ്നേഹം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ കിട്ടിയൊരു ഗിഫ്റ്റാണ് ഇതേണ്ട ക്ലിപ്പുകൾ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്ലിപ്പാണ് ഇത്. എൻ്റെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട ക്ലിപ്പാണ്. എനിക്ക് മുടിയിലിരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇത് ഉപകാരപ്പെടുന്ന ആൾ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നവർക്കും ഒരുപാട് സന്തോഷം, സ്നേഹം. ഇനി കിട്ടിയത്, ഇത് കുറച്ച് നേരത്തെ കിട്ടിയിരുന്ന ഗിഫ്റ്റായിരുന്നു. അപ്പോൾ പക്ഷെ ഈ ഗിഫ്റ്റുകളുടെ കൂടെ തന്നെ ഞാൻ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ടും അതുകൊണ്ടാണ് ഞാൻ ഈ ഗിഫ്റ്റ് കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നത്. അത് അന്ന് ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല. അപ്പോൾ എല്ലാം അടിപൊളി ഒരു സംഭവം കേട്ടോ. ഇതൊരു മ്യൂസിക്കൽ സംഭവമാണ്. ഇതിൻ്റെ കീ ഇങ്ങനെ കൊടുക്കുക, ഇതിങ്ങനെ നീക്കുക, കണ്ടോ. അപ്പം ഇതിനിങ്ങനെ മ്യൂസിക് കേൾക്കും. പിന്നെ ഇത് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ മ്യൂസിക് നിൽക്കും. അപ്പോൾ അതൊരു ഗിഫ്റ്റ് ഇവിടെ ഇരിക്കട്ടെ അല്ലേ. പിന്നെ കുറേ പേനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടെ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണെന്ന്. കുറേ പേനകൾ ഉണ്ടായിരുന്നു, റെഡും ബ്ലാക്കും, പിന്നെ ഇങ്ങനത്തെ ഒരുപാട് അടിപൊളി പെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 എണ്ണം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇവിടെയുള്ള ആളുകളൊക്കെ തപ്പിപ്പറിച്ചെടുത്തിട്ട് പോയി. അങ്ങനെയാണ്. നല്ല അടിപൊളി പേനൊക്കെ കിട്ടുമ്പോൾ ഇവിടെയുള്ള പഠിപ്പിസ്റ്റുകളൊക്കെ വാങ്ങിയിട്ട് പോകും. അപ്പോൾ ഈ 2 പെൻ ഞാൻ മാറ്റി വെച്ചതാണ് എനിക്ക് അടുത്ത വർഷത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു ഗിഫ്റ്റ്. പിന്നെ ഇതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ഇതും ഇങ്ങനെയൊന്നും അല്ലട്ടോ തന്നത്, നല്ല പ്രസൻറ്റേഷൻ കവറൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ആണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് എനിക്കും തോന്നി. ഇതൊരു ബുക്ക്ലെറ്റാണ്. ഒരു ബുക്ക്ലെറ്റ്. പിന്നെ ഇവിടെയാണെങ്കിലും പിന്നെ ഇതിന് പെന്നും ഉണ്ട്, നമുക്ക് എഴുതാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ എഴുതാൻ. അപ്പോൾ ഇതിന് സൈഡിൽ ഇവിടെ വെക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്, കണ്ടോ. അപ്പോൾ ഇതിവിടെ തന്നെ, ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഇതും എനിക്ക് അടുത്ത വർഷത്തേക്ക് ഏറ്റവും യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ അതും ഒരു നല്ല സൂപ്പർ ഒരു ഗിഫ്റ്റാണ്. ഇനി ഇങ്ങനെ കുറച്ച് ബോക്സുകളിലൊക്കെ ആയിട്ടാണ് ഇരിക്കണേ. അപ്പോൾ ഓരോ ബോക്സായിട്ട് എടുക്കാം. ഫസ്റ്റ് ബോക്സിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ഞാനിതെല്ലാം നോക്കി വെച്ചെങ്കിലും പിന്നെ ഞാനിത് തുറന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇത് അൺബോക്സ് ചെയ്യണം. എനിക്ക് ഇത് ഓരോന്നൊക്കെ ആയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യണം. കാരണം അന്ന് ഞാനിത് തുറന്നു നോക്കി എല്ലാം കണ്ടു, എടുത്ത് വെച്ചു. പിന്നെ ഇപ്പോഴാട്ടോ തുറക്കണേ. അപ്പോൾ നമുക്കിത് തുറക്കാം. ഇതിലെന്താന്നുള്ളത് ഞാൻ മറന്നുപോയി, നോക്കട്ടെ. ഇതൊരു ചുരിദാർ സെറ്റാണ് ഗൈസ്. ഒരു
എന്താ പറയണേ, നേവി ബ്ലൂ ചുരിദാർ സെറ്റാണ്. ഫ്രണ്ട് പോർഷൻ കൊള്ളാം, നല്ലതാണ്. നേവി ബ്ലൂ കളറ് നല്ല ഭംഗിയുണ്ട്. എനിക്ക് കൂടുതൽ സാരികളാണ് ഉള്ളത്, ചുരിദാറുകളൊക്കെ വളരെ കുറവായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടു. ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒട്ടും തന്നെ പ്രതീക്ഷിക്കാണ്ടാണ് ഈ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയത്. ഒരുപാട് സന്തോഷം, താങ്ക് യു. പിന്നെ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യണത്. ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല. ആർക്ക് എന്ത് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളൊന്നും ഇങ്ങനെ തിരിച്ച് പ്രതീക്ഷിക്കാൻ പാടില്ലെന്നാണ് എനിക്കും. ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോഴും ഒരു 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 ബുദ്ധിമുട്ടാണ്. ഗിഫ്റ്റ് വാങ്ങുമ്പോൾ നമ്മളതൊരു പ്രതിഫലം വാങ്ങണ പോലെ ആയിപ്പോവും. പക്ഷെ ഇത് നമുക്കൊരാൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ അതും വലിയൊരു തെറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോൾ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ മനസ്സിലുള്ളതൊന്നും പറഞ്ഞെന്നുള്ളൂ കേട്ടോ, വലിയ ഒന്നും ആയില്ലല്ലോ. ഇത് നല്ലൊരു ചുരിദാർ സെറ്റ് കേട്ടോ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് യൂസ്ഫുള്ളാണ്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഇതെന്തിനാ ഇങ്ങനെ വെച്ചേക്കണേന്ന് വെച്ചാൽ ഇതുപോലെ പ്രസന്റേഷൻ കവറിലൊക്കെ പൊതിഞ്ഞാ തന്നത്. അപ്പം അതുപോലെ നല്ല ഒരു എന്താ പറയാ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വായിക്കണ്ടല്ലോ, കാണാൻ പറ്റില്ലേ? അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ എവ്രിതിങ് എന്നൊക്കെ പറഞ്ഞ് ഒരു ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് എന്താണ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഹാൻഡ് ബാഗാണ്. നമ്മൾ അറിയുന്നോ ദേ ഒന്ന് മാറ്റി വെക്കട്ടെ. എനിക്ക് ഇതൊക്കെ കിട്ടണതിൻ്റെ ഒപ്പം ദേ ഇങ്ങനെ ഒരു ലെറ്ററും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലെ. ഇത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. താങ്ക് യു. അടുത്ത ഗിഫ്റ്റും ഇതുപോലെ തന്നെ ശരി അടിപൊളി ഗിഫ്റ്റാണ്. ഇച്ചിരി ഹെവിയാണ്. അതും ഇതുപോലെ തന്നെ ദേ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വിത്ത് ലവ് മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. മൈ ഡിയർ വിത്ത് ലവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് ഇതെൻ്റെ കൊച്ചുങ്ങൾ എഴുതിയതാണേ, വെളിപ്പെടുത്തിപ്പോയി. വിത്ത് മൈ ഡിയർ ആൻസി മിസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കുന്നതാണ്. ഇപ്പോൾ ഈ വിത്ത് ലവ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വിചാരിക്കും ഇത് ആര് ഗിഫ്റ്റ് ചെയ്താന്ന്. അപ്പം അതുകൊണ്ട് ഇതൊരു സാരിയാ. ഇതെന്ത് ഗ്രീനാ? ബോട്ടിൽ ഗ്രീൻ ആണോ അറിയില്ല. ഇതിലൊരു സിൽവർ പട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ലൈറ്റ് എന്താ പറയുക, ഉടുക്കാൻ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാരി. ഒരുപാട് സന്തോഷം. ഇതൊക്കെ അനക്കാതെ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. എനിക്ക് എന്താ പറയുക, ഒരു നല്ലൊരു ഫങ്ഷൻ വരുമ്പോൾ ഉടുക്കാന്ന് കരുതി എടുത്ത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ. അടുത്ത ഗിഫ്റ്റ് എടുക്കാം. അടുത്ത ഗിഫ്റ്റ് എന്താ നോക്കട്ടെ കേട്ടോ. സാരിയാട്ടോ, സാരിയാണ് ഇത്. ഇതും ഇത് കുറച്ച് നേരത്തെ കിട്ടി. ഈ ഗിഫ്റ്റൊക്കെ കിട്ടിയതിനേക്കാളും ഒരു 3-4 ദിവസം നേരത്തെ കിട്ടിയൊരു സാരി. ഇതൊരു സാരിയാണ്, വിചിത്ര സിൽക്കിൻ്റെ ഒരു സാരിയാണ്. ഇതുമേല് ഒരു എന്താ പറയുക റോസ് ഗോൾഡിൻ്റെ ഒരു പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഒരു മസ്റ്റാർഡ് യെല്ലോ സാരി. ഒത്തിരി ഇഷ്ടമാണ്. സാരിയാണ് മെയിനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് ഉടുക്കാൻ ഏറ്റവും ഇഷ്ടം സാരിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചുരിദാറുകളൊക്കെ കൂടുതൽ സാരിയുള്ളത്. അപ്പോൾ ചുരിദാർ സെറ്റ് കിട്ടിയപ്പോൾ അതും സന്തോഷമാണ്. കാരണം എപ്പോഴും സാരി വാങ്ങിക്കുമെന്നും പറഞ്ഞ് എല്ലാവരും പറയും. അടുത്ത ഗിഫ്റ്റ് നോക്കാം അല്ലേ. അടുത്ത ഗിഫ്റ്റും ചുരിദാർ സെറ്റ് തന്നെയാണ്. എനിക്കറിയാം ചുരിദാർ സെറ്റാണ്, പക്ഷെ നല്ല അടിപൊളി ഒരു കളറാണ്. ഇത് ബോട്ടിൽ ഗ്രീനാണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ എന്ത് കളറായിട്ട് തോന്നണമെന്ന് എനിക്കറിയില്ല. ബോട്ടിൽ ഗ്രീനാണ്. ഇതിൻ്റെ ഷോള് കോമ്പിനേഷൻ വന്നേക്കുന്നത്, ഇതിൻ്റെ ഷോൾ വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ കളറാണ്. പിന്നെ ഇതിൻ്റെ ഫോട്ടോക്കെ ബോട്ടിൽ ഗ്രീൻ തന്നെ വന്നേക്കണേ. എൻ്റെ ഫ്രണ്ടിൽ ഇതേ ഇങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ ഇത് കിട്ടിയ സന്തോഷം. താങ്ക് യു, ഒരുപാട് സ്നേഹം. പിന്നെ ഇനി അടുത്തത് എടുക്കാം.
അടുത്തതും ഇനി ഏതെങ്കിലും ഗിഫ്റ്റ് ഞാൻ എടുക്കാത്തതുണ്ടോ? എല്ലായിടത്തില്ലേ? അടുത്തത് ഇതുപോലെ തന്നെ കവറൊക്കെ ഞാൻ കളയാതൊക്കെ വെച്ചു, പക്ഷെ എവിടേക്കോ അത് കീറിപ്പോയി. ഒരു ചുരിദാർ സെറ്റ് തന്നെയാണ്, കോട്ടൻ്റെ ഒരു ചുരിദാർ സെറ്റാണ്, സിമ്പിളാണ്. ഇത് തയ്ച്ചാൽ നമുക്ക് ഇടാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഇത് തന്ന ആൾക്കും ഒരുപാട് താങ്ക് യു. പിന്നെ പിന്നെ ഒരു ചുരിദാർ സെറ്റ് തന്നെ, നല്ലൊരു ബ്ലൂ കളറിലെ ബ്ലൂ കളറല്ലേ ഇത്, ലൈറ്റ് ബ്ലൂ കളറിലെ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട നല്ല സൂപ്പറാണ്. ദുപ്പട്ട മീൻസ് ഷോള്. ഇതിൻ്റെ ഷോള് നല്ല ഭംഗിയുള്ളൊരു ഷോള്. അതെ, എല്ലാത്തിൻ്റെ ഷോൾ അടിപൊളിയല്ലേ? എല്ലാത്തിൻ്റെ ഷോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കടയിലൊക്കെ പോയി നമ്മൾ സെലക്ട് ചെയ്യണ പോലെ ഒരു ഫീലാണ്. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച, നമ്മുടെ മനസ്സിന് ചേർന്ന രീതിയിലുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ, നമ്മുടെ എൻ്റെ മനസ്സറിഞ്ഞ് തന്ന ഗിഫ്റ്റുകളെല്ലാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും നന്നായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെളിപ്പെടുത്താൻ ആഗ്രഹിക്കണില്ല എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ എന്താ അറിയില്ല, എനിക്കൊരു വിഷമം പറഞ്ഞില്ലെങ്കിൽ. കാരണം എൻ്റെ മക്കളെന്നോട് പറഞ്ഞിരുന്നു, മിസ്സിൻ്റെ വീഡിയോയിൽ ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാത്തിരിക്കുകയായിരിക്കും, കുറേ ആയി. അപ്പോൾ എൻ്റെ കുട്ടികൾ തന്ന ഗിഫ്റ്റുകളാണിത്. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ് വീഡിയോ എടുക്കണം കേട്ടോ, ഞങ്ങൾക്ക് മിസ്സിനെ ഒരുപാട് മിസ് ചെയ്യും, മിസ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ ഞങ്ങളെ പറ്റി പറയണം, ഞങ്ങളുടെ പേരൊക്കെ പറയണമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതെനിക്ക് തന്ന എല്ലാ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് സ്നേഹം. എല്ലാവരും സേഫായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.